Hello students, the next topic is some definitions in the C program. First one is character set. Character set means anything in the computer. നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ സി ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, ബ്ലാങ്ക് സ്പേസസ് ഓർ വൈറ്റ് സ്പേസസ് എല്ലാം സി ലാംഗ്വേജ് ക്യാരക്ടേഴ്സാണ്. ടോട്ടൽ 256 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന ആസ്കി ടേബിളിലായിരിക്കും. നെക്സ്റ്റ് ഈസ് സി ടോക്കൺസ്. ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് എ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിലെ സ്മോളസ്റ്റ് യൂണിറ്റിനെ പറയുന്നതാണ് ടോക്കൺസ്. നമ്മൾ സി പ്രോഗ്രാമിൽ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ദീസ് ഇൻസ്ട്രക്ഷൻസ് ഈസ് എ കളക്ഷൻ ഓഫ് ടോക്കൺസ്. And these tokens are said to be the basic building blocks of a C program. ആ ടോക്കൺസിൽ വരുന്ന പോർഷൻസാണ്, പാർട്സാണ്. കീവേഡ്സ് വരും, ഐഡൻറ്റിഫയേഴ്സ് വരും, കോൺസ്റ്റൻസ് വരും, ഓപ്പറേറ്റേഴ്സ് വരും, സ്പെഷ്യൽ സിമ്പിൾസ് ആൻഡ് സ്ട്രിങ്സ് വരും. ഫസ്റ്റ് വൺ ഈസ് കീവേഡ്. കീവേഡ് മീൻസ് ഇറ്റ്സ് എ വേർഡ് ആൻഡ് ഇറ്റ് ഹാവ് എ ഫിക്സഡ് മീനിങ്. ഒരു ഫിക്സഡ് മീനിങ് ഉള്ള പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ സ്പെസിഫിക് വേർഡാണ് കീവേഡ്. ആ കീവേഡിന് ഒരു മീനിങ് ഉണ്ട്. അത് നമുക്ക് എവിടെയാണോ യൂസ് ആയിട്ടുള്ളത് ആ യൂസ് വരുന്ന പോർഷനിൽ നമ്മളതിനെ യൂസ് ചെയ്യാൻ പറ്റും. ആ കീവേഡായിട്ട് 32 കീവേഡ്സാണ് സിയിലുള്ളത്. ആ 32 കീവേഡ്സിനെ നമുക്ക് അതിൻ്റെ യൂസ് വരുന്ന കേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വേറൊരിടത്തും ഈ പറഞ്ഞ കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. then it is always written in lower case letters. small ലെറ്റേഴ്സിലായിരിക്കും നമ്മൾ കീവേഡ്സ് എഴുതുന്നത്. 32 കീവേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കീവേഡ്സ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, വേറൊരിടത്തും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് മീൻസ് നമ്മൾ വേരിയബിൾസിന് കൊടുക്കുന്ന നെയിം, അതായത് എ ബി സി അല്ലെങ്കിൽ സം എസ് എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ നെയിം, നമ്മൾ ഓരോ ഫങ്ഷൻസിന് കൊടുക്കുന്ന നെയിം, പോയിൻ്റർ വേരിയബിളിന് കൊടുക്കുന്ന നെയിം, അറേസിന് കൊടുക്കുന്ന നെയിം, ആ നെയിമിങ്ങിനെയൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടു ഐഡൻറ്റിഫൈ. ആ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സം റൂൾസ് വി ഹാവ് ടു കീപ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് ലെറ്റേഴ്സ്. അപ്പർ കേസ് ലെറ്റേഴ്സ് വരാം, ലോവർ കേസ് ലെറ്റേഴ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോർ വരാം. ബട്ട് ഫസ്റ്റ് ക്യാരക്ടർ ഓൾവേസ് ഒരു ലെറ്റർ ആയിരിക്കണം. ദെൻ കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് മീൻസ് നമ്മളിപ്പോൾ ഒരു വേരിയബിളിന് ഇൻറ്റ് എ ഈക്വൽ ടു സ്മോൾ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കൊടുത്തു. ആ വേരിയബിൾ വേറെ എവിടെയൊക്കെ യൂസ് ചെയ്താലും അത് എ തന്നെ യൂസ് ചെയ്യണം. ക്യാപിറ്റൽ എ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ അത് വർക്ക് ചെയ്യത്തില്ല. സോ കേസ് സെൻസിറ്റീവ് മീൻസ് നമ്മളൊരു വേരിയബിൾ സ്മോൾ ലെറ്ററാണ് എഴുതുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ എഴുതണം. ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്യണം. ദെൻ കീവേഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. നമുക്ക് കീവേഡായിട്ട് യൂസ് ചെയ്യുന്ന 32 വേർഡ്സ് ഉണ്ട്. ആ കീവേഡ്സിന് ഒരിക്കലും ഐഡൻറ്റിഫയർ, അതായത് നെയിംസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസസ്. നമ്മളിപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് നേരത്തെ പറഞ്ഞൊരു ഫംഗ്ഷനിൽ എഴുതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടർസ്കോർ കൊടുക്കാം, പക്ഷേ അതിനിടയ്ക്ക് സ്പേസസ് ഒന്നും കൊടുക്കത്തില്ല. Next is constant. Constant means a variable which having a fixed value and that won't be changed in the program. For example, നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആ വാല്യൂ തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ പൈ 3.14 എന്ന് കൊടുത്തു. ആ പ്രോഗ്രാമിൽ എവിടേക്ക് പി ഐ എന്ന് പറയുന്ന പൈ എന്നൊരു വേരിയബിൾ യൂസ് ചെയ്താൽ അവിടെ എല്ലാം വാല്യൂ 3.14 തന്നെ ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻറ്റ്സ് ഉണ്ട്. ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റ്സ് ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്സ് ഉണ്ട്. ദെൻ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് മീൻസ് സിമ്പിൾസ് ആണ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻ ഓപ്പറേഷൻ. ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. എക്സാമ്പിളാണ് കോട്ട്സ്, ഡബിൾ കൊട്ടേഷൻ മാർക്ക്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്, ബ്രാക്കറ്റ്സ്, ബ്രേസസ്, അതെല്ലാം സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ദെൻ സ്ട്രിങ്സ്. സ്ട്രിങ്സ് മീൻസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ടോക്കൺസ് ആണ്. ഈ ടോക്കൺസ് എല്ലാം കൊണ്ട് ബിൽഡ് ചെയ്യുന്നതാണ് ഒരു സി പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾസ്. വേരിയബിൾ മീൻസ് ആക്ച്വലി നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മെമ്മറിയിലാണ് ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം പോയി സ്റ്റോർ ചെയ്യുന്നത്. മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് ആ മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് വേരിയബിൾസ്. So variable actually refers to memory locations within the computer memory for storing the data. Then variable declaration. നമ്മളിപ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നു ആ വേരിയബിളിനെ ഫസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ മീൻസ് അതിനൊരു സിൻടാക്സ് ഉണ്ട്, ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. അതായത് നമ്മൾ ഒരു പ്രോഗ്രാമിൽ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 5 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ വാല്യൂ 5 എയിലോട്ട് അസൈൻ ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്യുക മീൻസ് അതിന്
അതിൻ്റെ ഡേറ്റ ടൈപ്പും അതിൻ്റെ നെയിമും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. സോ എയിൽ 5 എന്ന് പറയുമ്പോൾ എയിൽ നമ്മളൊരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇൻറ്റ് എ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് എ കൊണ്ട് മീൻ ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, ഇൻറ്റിജർ വേരിയബിളാണ്. ദാറ്റ് മീൻസ് അതിനകത്ത് ഇൻറ്റിജർ ഡേറ്റ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഈ നെക്സ്റ്റ് ഈസ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാല്യൂവും കൂടെ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. ദാറ്റ് മീൻസ് ഇൻറ്റ് എ ഈക്വൽ ടു 5. ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഇൻറ്റ് എ എന്ന് മാത്രമേ പ്രോഗ്രാമിൽ കൊടുക്കുന്നുള്ളെങ്കിൽ ഇപ്പോൾ എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് പിന്നെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പ്രോഗ്രാമിൽ കൊടുക്കുന്നത്. സോ നമ്മൾ പ്രോഗ്രാമിൽ എന്തൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ ഏത് ദാറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ഓർ ഇനിഷ്യലൈസ്ഡ് ആസ് ദ ഫസ്റ്റ് ലൈൻ ഇൻ ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ ഫസ്റ്റ് ലൈനായിട്ട് അതിനെ ഒന്നുകിൽ ഡിക്ലെയർ ചെയ്യുകയോ ഇനിഷ്യലൈസ് ചെയ്യുകയോ വേണം. ദെൻ നെക്സ്റ്റ് ഈസ് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് മീൻസ് ദ ടൈപ്പ് ഓഫ് ദ ഡേറ്റ ആയിരിക്കും അത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. പ്രൈമറി ഡേറ്റ ടൈപ്സ് ഉണ്ട്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അതിൽ പ്രൈമറി ഡേറ്റ ടൈപ്സിൻ്റെ അനദർ നെയിമാണ് ബേസിക് ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിൽ വരുന്നതാണ് ക്യാരക്ടർ, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ. അപ്പോൾ അതിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് സ്മോൾ ലെറ്റർ INT, ക്യാരക്ടർ ആണെങ്കിൽ CHAR, ഫ്ലോട്ട് ആണെങ്കിൽ FLOAT, ഡബിൾ ആണെങ്കിൽ DOUBLE. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നീഡഡ് ആയിട്ടുള്ള ബൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ 2 ബൈറ്റ്സ് ആയിരിക്കും മെമ്മറിയിൽ എടുക്കുന്നത്, ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ്, ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്സ്. ഡബിൾ ആണെങ്കിൽ നമ്മുടെ ഡെസിമൽ പോയിൻറ്റ് വാല്യൂസിനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെസിമൽ പോയിൻറ്റ് വാല്യൂസിനാണ് ഡബിൾ എന്ന് പറയുന്നത്. ദെൻ ഈ പറഞ്ഞ ഇൻറ്റിജറും ക്യാരക്ടറും അല്ലെങ്കിൽ ഫ്ലോട്ടൊക്കെ ആണെങ്കിൽ അതാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്ട്രിങ് ആണ്. ഇൻറ്റിജർ ആണെങ്കിൽ %d എന്ന് പറഞ്ഞു കൊടുക്കും, ക്യാരക്ടർ ആണെങ്കിൽ %c എന്ന് പറഞ്ഞു കൊടുക്കും, ഫ്ലോട്ട് ആണെങ്കിൽ %f എന്ന് പറഞ്ഞു കൊടുക്കും, ഡബിൾ ആണെങ്കിൽ %lf എന്ന് പറഞ്ഞു കൊടുക്കും. ദെൻ വോയിഡ് ഡേറ്റ ടൈപ്പ്. വോയിഡ് ഡേറ്റ ടൈപ്പ് മീൻസ് വോയിഡ് എവിടെയെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ വാല്യൂ വിൽ ബി റിട്ടേൺഡ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ വോയിഡ് കൊടുക്കുകയാണെങ്കിൽ വേറെ ഏത് ഫംഗ്ഷനിലും നമ്മൾ ആ ഫംഗ്ഷൻ നെയിമിന് മുമ്പിൽ വോയിഡ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. ഓക്കെ.